ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ മുംബൈയിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഛത്രപതി ശിവാജി ടെർമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം ഓൾമോസ്റ്റ് മുംബൈയിൽ വരുന്നവരെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാന്ദ്ര വോർലി സീലിങ്ങിലൂടെയാണ് കേട്ടോ. 5.6 കിലോമീറ്റർ എന്തോ ലെങ്ത് എന്തോ ഈ ഒരു പാലത്തിനുണ്ട്. ദേ പുറത്ത് നോക്കി, ഞാൻ വിചാരിച്ചു മഞ്ഞ് മൂടി നിൽക്കുകയാണെന്ന്. പൊല്യൂഷനാണ് സുഹൃത്തുക്കളെ, പൊല്യൂഷൻ. എന്തോ അല്ലേ. ഓ, ഇതെല്ലാം ബ്രിട്ടീഷുകാർ പണിത ബിൽഡിംഗ് ആണെന്നാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഫുൾ യെല്ലോ ടാക്സി ആട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് ആള് പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. ഭയ്യ ഹായ് പോലും. അങ്ങനെ ഇതാ നമ്മൾ പകുതി വഴിയിൽ ഇറങ്ങിയിട്ട് കരിക്ക് കുടിക്കാൻ പോവാണ്. അപ്പോഴാണ് ഞാൻ ഈ പൂച്ചക്കുട്ടനെ കണ്ടത്. ഇവൻ നോക്കി, എന്തോ മുൻപരിചയമുള്ള പോലെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുക. നോക്കി, എന്തൊരു സ്നേഹം ഇവന്. എല്ലാ പൂച്ചകൾക്കും ഇങ്ങനെ തന്നെ കേട്ടോ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നോടൊരു ആത്മബന്ധമുള്ള പോലെയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ ജന്മത്തിലല്ലേ ഞാൻ പൂച്ചയായിരുന്നു എനിക്കറിയത്തില്ല. അവനെൻ്റെ കാലിലൊക്കെ ഇങ്ങനെ ഉരസി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കരിക്കൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ CST റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇതാ നമ്മൾ ഛത്രപതി ശിവാജി ടെർമിനസിലെത്തിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ പേര് വന്നിട്ട് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. പിന്നെ അവരെന്തോ റീനെയിം ചെയ്തു എന്നൊക്കെയാണ് നമ്മളോട് ഗൂഗിൾ അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതൊരു ബ്രിട്ടീഷ് ടച്ച് ഉണ്ട്. കാരണം ഇതിൻ്റെ ആർക്കിടെക്ട് വന്നിട്ട് ഫെഡറിക് വില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആളൊരു ബ്രിട്ടീഷുകാരനാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ നടുവിലായിട്ട് ഇതാ ഇങ്ങനൊരു സ്പേസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് യൂട്യൂബിലിടാനും അതേപോലെ ഇൻസ്റ്റയിലിടാനൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ തുരുത്തുരെ എടുത്തുകൊണ്ട് വന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ, അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ദെൻ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ ചെലോ ബസ്സിൽ കയറി കേട്ടോ. ഈ ചെലോ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എയർ കണ്ടീഷനാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ. നമ്മളിവിടെ താജ് ഹോട്ടലിലേക്ക് പോകാൻ വെറും 20 റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ താജ് ഹോട്ടലെത്തി. നോക്കി, ഇവിടെ കുറേ യെല്ലോ ടാക്സികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ടാണ് താജ് ഹോട്ടൽ നിൽക്കുന്നത്. പിന്നെ നമുക്കറിയാം 2008 ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടായത്. 2 സ്ഥലത്താണ് ഉണ്ടായത് ആ സമയത്ത്. ഒന്ന് ഇവിടെയാണ് കേട്ടോ, താജ് ഹോട്ടലിലാണ്. ഈ താജ് ഹോട്ടൽ പണിതതിന് പിന്നിൽ ഒരു റിവെഞ്ചിൻ്റെ സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പോൾ 1903 നമ്മുടെ താജ് ഹോട്ടൽ പണിതത്. 560 റൂംസ് ഉണ്ട് ഈ താജ് ഹോട്ടലിനുള്ളിൽ. 11 റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 1500 തൊഴിലാളികൾക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ താജ് ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. ഇത് നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബോട്ടിംഗ് സർവീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിംഗ് സർവീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് സർവീസസ് ചൂസ് ചെയ്യാൻ നോക്കുക. അധികം എക്സ്പെൻസീവ് അല്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകുവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ നല്ല റിവ്യൂ ഉള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു ഫുഡായിരുന്നു. പിന്നെ ടേസ്റ്റും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഇതാ നമ്മളിങ്ങനെ നടന്നപ്പോഴാണ് ഈ പൂച്ചക്കുട്ടൻ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടു കേട്ടോ. അതിൻ്റെ ഉറക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുക്കാൻ. നോക്കി, അവൻ എന്ത് സുഖമായിട്ടാണ് തലയിൽ കൈയൊക്കെ വെച്ചാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലെത്തി. നല്ല വെയിലാണ്, ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഒരു 20 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കരിഞ്ഞു പോകും. അതാണ് അവസ്ഥ. 1911 കിങ് ജോർജും അതേപോലെ ക്യൂൻ മേരിയും ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് പണി കഴിപ്പിച്ചതാണ് കേട്ടോ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതിന് വന്നിട്ട് എന്തോ 26 മീറ്റർ എന്തോ ഉയരം എന്തോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താജ് ഹോട്ടലും കാണാവേ. ഇതിൻ്റെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബാക്കിൽ നമുക്ക് ബോട്ടിംഗ് സർവീസസ് എല്ലാം തന്നെ ഉണ്ട്. ഹിന്ദു മുസ്ലിം മത സൗഹാർദ്ദം ഒന്ന് ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അത് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Bhaiya, yes ma'am. What's your name? My name is Khan. Khan. Oh. I'm from Uttar Pradesh. Uttar Pradesh. Yeah. Oh, I'm Shana. Oh, nice meet you. Yeah. Oh, learning. Yeah, this is Sachin Tendulkar. Okay. All Mumbai
international player. Okay. Here is learning. എന്താ പറയുന്ന അറിയോ, ഇന്ത്യയിലുള്ള എല്ലാ പ്ലേയേഴ്സും ഇവിടെ നിന്നാണ് ലേൺ ചെയ്യുന്നത്. ആ ഒരു ഗ്രൗണ്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഗാൻചേട്ടൻ പറഞ്ഞത്. Ground of name Oval. ഇവിടെയാണ് എല്ലാത്തിന്റെ ഹെഡ് ഓഫീസ്. And you see left side, this is Air India head office. എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ LICയുടെ ഹെഡ് ഓഫീസ് ആയിരുന്നു. And this is Marina Drive. ഇതാണ് മറീന. നമ്മൾ സിനിമയിൽ കാണുന്നത് നമ്മുടെ ബീച്ചാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നരിമാൻ പോയിന്റിലാട്ടോ. നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും. നരിമാൻ പോയിന്റ് വന്നിട്ട് അറേബ്യൻ സീയുടെ ഒരു പാർട്ടാണ്. ഞാനിപ്പോൾ അടുത്തൊരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു, ദബ്ബ കാർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ഇവിടെ ഒരുപാട് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇത്ര പെട്ടെന്ന് ഇത് എടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. तो इन्होंने इधर नाकाबंदी करके वो टेररिस्ट को पकड़ा പിടിച്ചു. और फिर वो ये यहाँ पे इनका डेथ हो गया. वो टेररिस्ट ने इनको गोली मारा. This building is learning the doctrine. Yeah, but this is the real is college. But hey, Munna Bhai movie is shooting. See, this building is the hospital. എന്താന്ന് ഇയാൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, മുന്നാബായിന്നൊരു മൂവി ഉണ്ട്. ഇയാൾ പറഞ്ഞ മൂവി ഞാൻ കണ്ടിട്ടില്ല. ആ സിനിമയിൽ ഇത് ഹോസ്പിറ്റലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെങ്കിൽ ഇതൊരു കോളേജ് ആണെന്നാണ് ആള് പറഞ്ഞു തരുന്നത്. പിന്നെ ഇപ്പോഴത്തെ മറ്റേ ഗിർഗൺ ചൗപതി ബീച്ചാണ്. പക്ഷെ നല്ല വെയിലായിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ ഇവിടുന്ന് പോവാണ്. യെസ്, നമുക്ക് ഹിന്ദി അറിയില്ലെങ്കിലും ആള് നമ്മളോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തോ ഞാനങ്ങനെ വല്ല മൾട്ടി ടാലന്റ് ആയിപ്പോയി. മലബാർ ഹിൽ. ഇതിവിടുത്തെ ഒരു എക്സ്പെൻസീവ് ഏരിയ ആണെന്നാണ് ആള് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഹാങ്ങിങ് ഗാർഡനിലോട്ടാട്ടോ. 1880 ഇതെന്തോ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി കണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഗാർഡനാണ്. ഇതിന് മുകളിൽ ഗാർഡനും അടിയിൽ വന്നിട്ട് ഈ സിറ്റിയിലോട്ടെല്ലാം തന്നെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു വാട്ടർ സെറ്റപ്പുമാണ് താഴെയുള്ളത്. അപ്പം ഞാൻ അവിടെ ഒന്നും പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒടുക്കത്തെ വെയിലാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണി സമയത്താണ് ഇത്ര വെയിൽ. ഇതിന് താഴോട്ടൊക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ മിക്കവാറും വൈകുന്നേരം വരാൻ നോക്കുക, അതാവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കുറച്ച് മഞ്ചാടിയൊക്കെ എടുത്ത് നമ്മൾ മലബാർ ഹിൽ പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. ഹാങ്ങിങ് ഗാർഡൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് മലബാർ ഹിൽ വ്യൂ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറി പോകണം കേട്ടോ, എന്നാലേ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു ടെലസ്കോപ്പൊക്കെ ഉണ്ട്. അതിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുംബൈ സിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ മൈക്രോ, അതായത് സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ മുംബൈ സിറ്റി മൊത്തം ഇങ്ങനെ നമുക്കിതിൻ്റെ മുകളിലിരുന്ന് കണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഒരാളിവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാൾ എന്നെ നോക്കി, ഇവൾ എന്തുവായി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നെ നോക്കി. അങ്ങനെ ഞാൻ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ശേഷം എനിക്കിതാ ഒരു സ്ഥലം കിട്ടി. അവിടെ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബീച്ചിൽ ഓരോ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതും അതുപോലെ ഓരോ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞുതായിട്ട് അടുത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ നമ്മുടെ അംബാനിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, അതായത് ആൻറ്റില. നമുക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ അലൗഡല്ല. അത്രത്തോളം സെക്യൂരിറ്റീസ് അവിടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. 20 ഫ്ലോർസ് എന്തോ ഈ വീടിനുണ്ട്. അതുപോലെ 49 ബെഡ്റൂമുണ്ട്, 600ഓളം സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മഹാലക്ഷ്മി ടെമ്പിളിൽ പോയിട്ടോ. ജസ്റ്റ് ടെമ്പിളിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കണ്ടു. കുറേ എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കുറേ താമരയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ചേച്ചിമാർ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കാണാൻ കൊള്ളാം. അവിടെ പോകുന്ന വഴികളിൽ മൊത്തം കുപ്പിവളകളും അതുപോലെ കുറേ ആളുകൾ പൂക്കളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഷൂസൊക്കെ അയച്ചിടണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മടി കൊണ്ട് നമ്മൾ കയറിയില്ല. നമ്മൾ നേരത്തെ ഇന്ന് റൂമിലോട്ട് പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.